നമസ്കാരം. കേരളത്തിൽ തുടർച്ചയായി രണ്ടാം തവണയും CPM നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം നേരിട്ടുവല്ലോ. തുടർച്ചയായ രണ്ടാം തവണയും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആത്മപരിശോധനയിൽ ജനങ്ങളുടെ മാനസികാവസ്ഥയും അവരുടെ മുൻഗണനകളും അളക്കുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടുവെന്ന നിഗമനത്തിലാണ് CPM ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് കേരളത്തിൽ 20-ൽ 1 സീറ്റ് മാത്രം ലഭിച്ചതിന്റെ അവലോകനത്തിൽ CPM കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തുന്നത് ഓരോ മണ്ഡലത്തിൽ നിന്നും തങ്ങൾ പ്രതീക്ഷിക്കുന്ന വോട്ടുകളുടെ കണക്കുകൾ പോളിംഗിന് മുമ്പും ശേഷവും യഥാർത്ഥ ഫലങ്ങളുമായി വിശാലമായ വിടവ് കാണിക്കുന്നു എന്നുള്ളതാണ്. ആളുകളുടെ മാനസികാവസ്ഥയോ അവരുടെ മുൻഗണനകളോ അളക്കാൻ പാർട്ടി യൂണിറ്റുകൾക്ക് കഴിയുന്നില്ലെന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ജനങ്ങളുമായുള്ള പാർട്ടിയുടെ തത്സമയ ബന്ധത്തിന്റെ ഈ ദുർബലത തീർച്ചയായും തിരുത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. 2019 തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കേരളത്തിലെ ഫലങ്ങളുടെ വിശകലനത്തിൽ നിന്ന് ഈ സ്ഥിതി വ്യത്യസ്തമല്ല. അന്നത്തേതിന്റെ റിപ്പോർട്ട് ഇങ്ങനെയാണ്: വോട്ടെടുപ്പിന് ശേഷവും കേരളത്തിലെ സഖാക്കൾ ഭൂരിപക്ഷം സീറ്റുകളും നേടുമെന്ന പ്രതീക്ഷയിലായിരുന്നു. എന്നിരുന്നാലും 1 ലക്ഷമോ അതിലധികമോ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തങ്ങൾക്ക് ഭൂരിപക്ഷം സീറ്റുകളും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം. എന്തുകൊണ്ടാണ് ജനങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ തങ്ങൾ പരാജയപ്പെട്ടത് എന്നത് ഗൗരവമേറിയ ഒരു വിഷയം കൂടിയാണല്ലോ. തെറ്റുകളും പോരായ്മകളും പരിഹരിക്കാൻ സംസ്ഥാന കമ്മിറ്റി ഉചിതമായ നടപടികൾ തന്നെ സ്വീകരിക്കുക തന്നെ ചെയ്യും. ആകസ്മികമായി 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും കേരളത്തിൽ 8 സീറ്റുകൾ നേടിയ CPM പോസ്റ്റ്പോൾ അവലോകനം ഇങ്ങനെയാണ് നിഗമനം ചെയ്തിരിക്കുന്നത്. അതായത്, പാർട്ടി ജനങ്ങളിൽ നിന്നും അകന്നിരിക്കുന്നതിനാൽ ഞങ്ങൾ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം, നമ്മുടെ ശക്തി അതിലൂടെ വർദ്ധിപ്പിക്കണം, ബഹുജന പ്രവർത്തനങ്ങൾ, ജനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുക, പ്രാദേശിക പ്രശ്നങ്ങളിൽ സമരങ്ങൾ ആരംഭിക്കുക, ഇതെല്ലാം വളരെ കരുതലോടെ തന്നെ ഇടതു പ്രസ്ഥാനം നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. ജനങ്ങളുടെ വികാരം അളക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന പാർട്ടിയുടെ ആവർത്തിച്ചുള്ള ഏറ്റുപറച്ചിൽ അതിന്റെ ശക്തമായ അടിസ്ഥാന ശൃംഖലയും എണ്ണമയമുള്ള തെരഞ്ഞെടുപ്പ് യന്ത്രങ്ങളും ബഹുജന സംഘടനകളുടെ ശക്തിയും കണക്കിലെടുക്കുമ്പോൾ വളരെ ആശ്ചര്യകരമാണ്. രാഷ്ട്രീയ സ്പന്ദനത്തിലും കേരളത്തിലെ CPM ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനം BJP ഉയരുന്നതിൽ ചെങ്കൊടി ഉയർത്തി വേണ്ടത്ര ശ്രദ്ധിച്ചില്ലെന്ന് സമ്മതിക്കുന്നുവെന്ന് മാത്രമല്ല, 2024 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയും സംസ്ഥാനത്തെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും 1 മാസത്തെ പര്യടനം നടത്തുകയും ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനുള്ള ശ്രമങ്ങളുമായിരുന്നു നവകേരള സദസ് ബസ് പര്യടനം. ഇത് ഒരു സംസ്ഥാന ക്യാബിനറ്റിന്റെ അത്തരത്തിലുള്ള ഒരു ജനസമ്പർക്ക പരിപാടി കൂടിയായിരുന്നു. 2024 തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള CPM അവലോകനത്തിൽ ഫ്ലാഗ് ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് പല മണ്ഡലങ്ങളിലും BJPക്കുള്ള നമ്മുടെ പരമ്പരാഗത അടിത്തറയുടെ ശോഷണം എന്നത്. പ്രധാനമായും ആലപ്പുഴയിലും ആറ്റിങ്ങലിലും പിന്നോക്ക ഹിന്ദു ഈഴവ സമുദായത്തിൽ ഇടതുപക്ഷത്തിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കിലേക്ക് BJP കടന്നു കയറുന്നതിനെ കുറിച്ചും പാർട്ടി കൂടുതൽ കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. ഇതൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. കാരണം 2019 പാർട്ടി ഈ വിഷയം ഫ്ലാഗ് ഓഫ് ചെയ്തിരുന്നു. പാർട്ടിയുടെ വോട്ടിംഗ് ശക്തി അതിന്റെ ചില പരമ്പരാഗത അടിത്തറകളിൽ ചോർന്നുപോയി എന്നുള്ളതും ശരിയാണ്. പാർട്ടിയുടെ കഠിനാധ്വാനവും സർക്കാരിന്റെ മികച്ച പ്രകടനങ്ങളും ഉണ്ടായിട്ടും അതിന്റെ അടിത്തറ വികസിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് പാർട്ടി ഗൗരവമായി തന്നെ പരിശോധിച്ചു വരികയാണ്. മറ്റു ചില കാര്യങ്ങളിൽ സംസ്ഥാനത്ത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള CPM കേന്ദ്ര കമ്മിറ്റിയുടെ അവലോകനത്തിന് 2009 അതിന്റെ വിലയിരുത്തലുകളുമായി വളരെയധികം സാമ്യതയുണ്ട്. എന്തായാലും കേരളത്തിലെ പ്രചാരണത്തിൽ തെറ്റുപറ്റിയെന്ന് CPM സമ്മതിച്ചിട്ടുണ്ട്. തെറ്റ് മനസ്സിലാക്കുന്നതും തിരുത്തുന്നതും ഒക്കെ എന്തായാലും ഒരു മോശം കാര്യമൊന്നുമല്ലല്ലോ. പാർട്ടി വിശ്വസിക്കുന്നിടത്ത് അത് വഴുതി വീണുപോയി അതിനെ മറികടന്ന് മുന്നോട്ട് പോവുക തന്നെ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ CPM 4 സീറ്റുകൾ നേടിയപ്പോൾ പാർട്ടി അവലോകനത്തിൽ CPM അംഗങ്ങൾക്കിടയിൽ കമ്മ്യൂണിസ്റ്റ് ആചാരങ്ങൾ ലംഘിക്കുന്ന അന്യമയ പ്രവണതകളുടെ സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത്തരം പോരായ്മകളും ബലഹീനതകളും വിമർശനാത്മകമായും സ്വയം വിമർശനപരമായും പരിശോധിച്ച് CPM തിരുത്തും. എല്ലാ കുറവുകൾക്കും തെറ്റുകൾക്കും വ്യതിയാനങ്ങൾക്കുമെതിരെ ഒരു തിരുത്തൽ ക്യാമ്പയിനും CPM സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുമുണ്ട്. കാര്യം വളരെ സിമ്പിളായി പറഞ്ഞാൽ, ചെങ്കൊടി പ്രസ്ഥാനമായ CPM പാർട്ടിയെ തകർക്കാൻ ഒരു തീവ്രവാദി പ്രസ്ഥാനത്തിനും വർഗീയവാദികൾക്കും സാധിക്കുകയില്ല എന്ന് കൂടി ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ്. ഈ കേരളം ചുവന്ന കേരളമായി തന്നെ എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും.